ഇന്റീരിയർ ലാബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കിച്ചൺ വർക്ക് ചെയ്യുന്നത് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ തിരുവല്ലയിലേക്കുള്ളൊരു സൈറ്റാണ്. അപ്പോൾ ഞാൻ ആ സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്ന ഏരിയയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഈ നമ്മുടെ വീഡിയോയിൽ സൈഡിലായിട്ട് ഞാൻ കാണിച്ചേക്കാം. ഇതിൽ 3D ഇമേജ് കാണിക്കാം. അതിനുശേഷം ഇതിൽ ഇങ്ങനെ വന്ന് ഒരു ആർക്കിട്രയിൽ പോയി ഒരു ഹാങ് ലൈറ്റ് ഒക്കെ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജാണ്. ഇത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് തന്നെ വരുന്ന സ്റ്റോറേജാണ്. അപ്പോൾ ആ സ്റ്റോറേജ് അതിനകത്ത് വരുന്ന ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ ബോക്സും അത് ഇനിയും നമ്മൾ മറ്റെല്ലാം കൂടെ ഒരുമിച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് മേളിൽ താഴെ തുറക്കുന്ന രീതിയിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ബ്ലൈൻഡ് ഏരിയയാണ്. ബ്ലൈൻഡ് ഏരിയയിൽ നമ്മൾ ഇപ്പം ആക്സറീസ് പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം പിന്നീടായാലും നമ്മൾ വയ്ക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 50 സെൻറ്റിമീറ്റർ ഞാൻ ഷട്ടറിൻ്റെ വീതി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പം നമുക്ക് ഷെൽഫിട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിൽ നമുക്കത് അകത്ത് ആക്സറി പിടിപ്പിക്കണമെങ്കിൽ നമുക്കത് പിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെയും സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. ഷെൽഫിട്ട് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇത് സിങ്ക് വരുന്ന ഏരിയയാണ്. സിങ്ക് വരുന്ന ഏരിയയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് മൾട്ടിവുഡാണ്. അപ്പോൾ മറ്റെല്ലാം നമ്മൾ കൺവെൻഷണൽ ഗ്രേഡ് PWP ഈ മറൈൻ പ്ലൈവുഡാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രം നമ്മൾ മൾട്ടിവുഡാണ്. ഇൻ കേസ് സിങ്കിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൽ ലീക്കിങ് വല്ലതും വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ ഇവിടെ മൾട്ടിവുഡാണ് ചെയ്തേക്കുന്നത്. ഇവിടെ 2 ടാൻഡം ബോക്സ്. ഒരു ടാൻഡം ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്, ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് തുറക്കുന്ന രീതിയിലുള്ള ബാസ്ക്കറ്റാണ്. ഇത് വരുന്നത് കോർണർ ഏരിയയാണ്. കോർണർ ഏരിയയിൽ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പിന്നീട് ബാസ്ക്കറ്റ് വയ്ക്കാവുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻ്റാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഷെൽഫാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ബാസ്ക്കറ്റ് വരുന്നുണ്ട്. ഇത് കട്ട്ലറി വരുന്നുണ്ട്, കപ്പ് ആൻഡ് സോസർ, താലി പ്ലേറ്റ്. പിന്നെ ഇവിടെ ഫുൾ ഔട്ട് ബോട്ടിലൊക്കെ വയ്ക്കുന്ന രീതിയിൽ, കുപ്പിയൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള ഫുൾ ഔട്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മളിവിടെ സിലിണ്ടറിന് നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ പുറത്താണ് വയ്ക്കുന്നത്. പുറത്തുനിന്ന് നമ്മൾ കോപ്പർ പൈപ്പ് വെച്ചിട്ട് നമ്മളത് ഇവിടെ ഹോബ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന വോൾ ക്യാബിനറ്റ്സ് ആണ്. വോൾ ക്യാബിനറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ലിഫ്റ്റുകളാണ് വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മളിവിടെ ചിമ്മിനിക്ക് വേണ്ടി സ്പേസ് എടുക്കുന്നുണ്ട്. ചിമ്മിനി എന്ന് പറയുമ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ വീതി വരുന്നൊരു ചിമ്മിനിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 70 സെൻറ്റിമീറ്റർ സ്പേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കത് എടുക്കാനൊക്കെ ഉള്ളൊരു യൂസേജിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളവിടെ കുറച്ചൊരു സ്പേസ് നമ്മളവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ബ്ലൈൻഡ് ഏരിയ വരുന്ന ഇതാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ്, ഇവിടെ നമ്മൾ ഷെൽഫ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ സ്റ്റോറേജ് ആണ്, നമ്മൾ ഷെൽഫ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ വരുന്നൊരു വർക്കാണ്. നമ്മൾ ചെയിൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ എക്സോസ്റ്റ് പോകുന്നത് നമ്മളൊരു ഇതിൽ നമ്മൾ ഇത് നമ്മുടെ തന്നെ മെറ്റീരിയൽ വെച്ച് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും നമ്മൾ അത് ഓരോന്നായിട്ട് പ്രോബ്ലംസ് അനുസരിച്ചാണ് വീഡിയോ ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സിങ്കിനും കഴിഞ്ഞ് നമ്മൾ GTPT നമ്മൾ ഇവിടെയാണ് വയ്ക്കുന്നത്. GTPT നമ്മുടെ ഇവിടെയാണ് സിങ്ക് വരുന്നത്. സിങ്കിന് കഴുകിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് അവിടെ വരുന്നത്. പിന്നെ ഇത് ബ്ലൈൻഡ് കോർണറാണ്. ബ്ലൈൻഡ് കോർണറിൽ നമ്മൾ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ഇവിടെ വരുന്നത് സ്റ്റോറേജാണ്. ഇവിടെ വരുന്ന സ്റ്റോറേജ് അത് ഞങ്ങൾ മറ്റേത് ടോട്ടലി ഒരു ഓപ്പൺ ക്യാബിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിവിടെ വരുമ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് നമ്മളൊരു കിച്ചൺ ക്യാബിനറ്റ് ചെയ്ത് ഒരു വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരാം. അപ്പം നന്ദി, നമസ്കാരം.